ഹായ്, വെൽക്കം ടു മൈ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗ്. അയർലൻഡ് വന്നതിന് ശേഷം ഇതെൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. ഒരു 3 days ലണ്ടൻ ട്രിപ്പ് വിശേഷങ്ങളാണ് ഞാനിവിടെ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞങ്ങൾ പോയത് ഒരു ക്രിസ്മസ് വീക്കെൻഡ് ആയതുകൊണ്ട് 2 months മുന്നേ ഞങ്ങൾ റെയിനർ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 months മുന്നേ ലേറ്റ് നൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടും ഒരാൾക്ക് €100 പെർ ഹെഡായി. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ ക്രിസ്മസ് ടൈമിൻ്റെ തിരക്ക്. അബദ്ധം നമ്പർ 1, ഡബ്ലിൻ ടു ലണ്ടൻ 1 hour ഫ്ലൈറ്റ് ടൈം ഉള്ളൂ. എത്ര ചെറിയ ഫ്ലൈറ്റ് ആണെങ്കിലും 2 hour മുന്നേ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിരിക്കണം. 2 മാസം മുന്നേ ഞങ്ങൾ ടിക്കറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുത്തൊക്കെ വെച്ചെങ്കിലും പോണതിന് മുന്നേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണ കാര്യങ്ങളും ഒക്കെ ഓർക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഓൺലൈൻ ഗേറ്റ് 48 hours മുന്നേ ഓപ്പണും 2 hours മുന്നേ ക്ലോസും ആവും. ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ നേക്കഡ് ട്രൂത്ത് മനസ്സിലാക്കിയത് ഈ പറഞ്ഞ 2 hours ചെക്കിങ് ക്ലോസ് ചെയ്ത് കറക്റ്റ് 8 minutes കഴിഞ്ഞ് ചെക്കിങ് കൗണ്ടറിലെത്തി അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞപ്പോഴാണ്. 55 പെർ ഹെഡ്, അതായത് 2 പേർക്കും കൂടി €110 ഫൈൻ അടയ്ക്കാതെ ലണ്ടനിലേക്ക് നിങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ചെറുതായിട്ട്. അങ്ങനെ എല്ലാ യുദ്ധവും കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ലണ്ടനിൽ 4 എയർപോർട്ട് ഉണ്ട്. ടിക്കറ്റിൽ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടിയത് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ലണ്ടനിലെ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലെത്തി. ഞങ്ങൾ 2 days സ്റ്റേ ബുക്ക് ചെയ്തത് ഇൽഫോർഡ് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. എല്ലാ എയർപോർട്ടിലും ഉള്ള പോലെ ഇവിടെയും ടിക്കറ്റ് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ക്ലിയർ ഐഡിയ അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. £16 പെർ ഹെഡ് ഒരു ബസ് ടിക്കറ്റ് ഞങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം എടുത്ത് സ്റ്റാൻസ്റ്റഡ് സിറ്റിയിൽ ഞങ്ങൾ എത്തി. ഇത് വേറൊന്നുമല്ല, ലണ്ടനിൽ എത്തിയത് എൻ്റെ ആഘോഷപ്രകടനം മാത്രമാണ്. കാലത്ത് 7 മണിക്ക് എന്നിട്ട് ഞങ്ങളീ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഒരു ഫോറിൻ രാജ്യത്ത് എത്തിയൊരു അത്ഭുതം എന്നായിരുന്നില്ല എനിക്ക്. കാരണം ഇതൊക്കെ ഒരു ചെറിയൊരു മിനി ഇന്ത്യയുടെ ഒരു ലുക്കായിരുന്നു. അമ്പലവും പള്ളിയും മുസ്ലിം പള്ളിയും അങ്ങനെ നല്ല രസമായിരുന്നു നടക്കാൻ. അങ്ങനെ ഞങ്ങളിതേ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഞാനൊരു ചോല ഭട്ടൂരയും ഒരു നാനൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി. ഇനി നമുക്ക് ഇൽഫോർഡിൻ്റെ ഒരു നാടൻ സ്ട്രീറ്റ് വ്യൂ കാണാം. ഇവിടെ ഒരുപാട് ഇന്ത്യൻ ഷോപ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ 2 ദിവസം നിന്നിട്ടും ഒരു UK പീപ്പിളിനെയും കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് മാത്രമാണ് താമസിക്കുന്നതെന്ന്. അയർലൻഡിൽ നിന്ന് വന്നതുകൊണ്ടാവും ഇത്ര ചീപ്പായിട്ടും വെറൈറ്റി ആയിട്ടും ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണെന്ന് വിചാരിച്ചു കൂടിയില്ല ഞാൻ. വെറും £3. ആകാശിനോട് ബിരിയാണി അരി പോലും കിട്ടില്ല. ഇൽഫോർഡിൽ നിന്ന് 23 minutes മാത്രമാണ് സെൻട്രൽ ലണ്ടനിലേക്ക് ട്രാവൽ ടൈം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ നിന്ന് ട്യൂബും അവൈലബിൾ ആണ്. ഇനി എന്താണ് ട്യൂബ് എന്നല്ലേ, അതൊരു ജിന്നാണ് ബഹൻ. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഇംഗ്ലണ്ടുകാർ ബുദ്ധിപരമായി ചെയ്ത ട്രാവൽ അറേഞ്ച്മെൻ്റ് ആണ് അണ്ടർഗ്രൗണ്ട് മെട്രോ സർവീസ് അഥവാ ട്യൂബ്. 1863 തുടങ്ങിയ ട്യൂബ് സിസ്റ്റം 11 ലൈനായി സ്പ്രെഡ് ചെയ്ത് ഇപ്പോൾ സ്പൈഡർ വെബ് പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണി തൊട്ട് 12 മണി വരെയാണ് ട്യൂബ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ചില ലൈനുകൾ വീക്കെൻഡിൽ 24 hours വരെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ലൈനും കളർ കോഡഡ് ആയതുകൊണ്ട് ബോധമില്ലാത്ത എനിക്ക് വരെ സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റി. ലണ്ടൻ നഗരങ്ങളിൽ എങ്ങനെ വേണമെങ്കിലും റഷില്ലാതെ സഞ്ചരിക്കാൻ ട്യൂബ് സഹായിക്കും എന്നാണ് ഇവരുടെ വാദം. ഞങ്ങളൊരു പീസ്ഫുൾ നഗരമായ അയർലൻഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ശരിക്കും പ്രാന്ത് പിടിച്ചു. ജോക്സ് അപ്പാർട്ട്, അയർലൻഡ് ഇങ്ങനെ ഒരു സിസ്റ്റം വന്നാൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് പോലും കോസ്റ്റ് എഫിഷ്യൻറ്റും ടൈം എഫിഷ്യൻ്റ് ആയിട്ട് ജോലിക്ക് പോയിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. ന്യൂസ് ശരിയാണെങ്കിൽ 2025 പണി തുടങ്ങി 2030 ലൈൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഞങ്ങളൊരു ടൂറിസ്റ്റ് ആയതുകൊണ്ടും ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം ട്യൂബ് യൂസ് ചെയ്യുന്നതുകൊണ്ടും 1 day pass ടിക്കറ്റാണ് ഏറ്റവും വർത്ത്. അതുകൊണ്ട് പെർ ഹെഡ് £15 1 day pass ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കളർ കോഡുകൾ. ഞാൻ ഈ എക്സൈറ്റഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹം കാണാനാണ്. TV ഷോസിലും ഫിലിംസിലും മാത്രം കണ്ടുപരിചയവും കേട്ടുപരിചയമുള്ള ലണ്ടനിലെ വാക്സ് മ്യൂസിയം. ഓർമ്മയില്ലേ, കിങ് ലെയർ ഫിലിമിൽ ദിലീപ് ഗാന്ധിജിയുടെ കൂടെ ഫോട്ടോ എടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പോൾ മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം ലണ്ടൻ എന്ന് പറയുന്നത്. അങ്ങനെ ട്യൂബ് കയറി ബേക്കർ സ്ട്രീറ്റിലെത്തി. ഞങ്ങൾ സ്റ്റേഷന് തൊട്ട് സൈഡിലാണ് മ്യൂസിയം. ടിക്കറ്റ് അഫോർഡബിൾ ആയിട്ട് ബുക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറയാട്ടോ. ഏതൊരു യാത്രയ്ക്ക് പോകുമ്പോഴും ചെറിയൊരു ഹാൻഡ് ബാഗോ സ്ലിംഗ് ബാഗോ മാത്രം കൊണ്ടുപോവുക. കാരണം എവിടെ പോയാലും സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് വലിയ ബാഗ് ഇവിടെ അലൗഡ് അല്ല. കൂടാതെ എല്ലാ ബാഗും ചെക്ക് ചെയ്തിട്ടാണ് അവർ അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ വേറൊരു റീസണും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് ഡേ 2 വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും.
അങ്ങനെ ദേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ടുസാറ്റ്സ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ഫസ്റ്റ് അവാർഡ് അവന്യൂ സെക്ഷനാണ്. റെഡ് കാർപ്പറ്റ് എന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എല്ലാവരും അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണ്. ലണ്ടനിൽ വരെ ഞാൻ ഫേമസ് ആയി. ഇതെൻ്റെ സ്വന്തം സുന്ദരി ദീപിക പത്കോൺ. അവനെന്ത് കാര്യമായിട്ട് കയറിയെന്ന് പറയുന്നുണ്ട്. ഇത് ഏതാണോ ഈ മൊട്ടത്തലേന്ന്? റിമി ടോമിന് എടുത്ത പോലെ എന്നെയും കൂടി എടുക്കുമെന്ന് ചോദിക്കാമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷെ എൻ്റെ കൂടെ ഒരു ക്രിമി ഉള്ളതുകൊണ്ട് നടന്നില്ല. പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് പോന്നു. അവൻ്റെ ഐഡിയൽ ആക്ടറാണ്. ഒരു ഫോട്ടോ എടുത്തപ്പോഴേക്കും ഗൂസ് പബ്സ് വന്നതുണ്ടാ. ഇത് ആരാന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഇനി പറയാത്തതായിട്ട് ഒന്നുമില്ല. പണിഷ്മെൻ്റ് ആയിട്ട് ഇവൻ്റെ 4 സിനിമ ഇരുത്തി കാണിച്ചു. ഇപ്പം ഞാൻ പഠിച്ചു. ഇതാണ് ബ്രാഡ് പിറ്റ്. ഞാനും അമിതാഭ് ബച്ചനും ഒരേ വേവ് ലെങ്താ. അമിതാഭ് ബച്ചൻ വേവിൻ്റെ മുകളിൽ തെറ്റും, ഞാൻ അടിയിൽ തെറ്റും. ഇനി വേണമെങ്കിൽ ചില്ല് ചെയ്ത് ബാക്കി കാണാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇൻ ഹൗസ് ഫോട്ടോ ഫെസിലിറ്റീസ് ഉണ്ട്. ചിലത് അപ്പം തന്നെ നമുക്ക് ഇമെയിൽ ചെയ്യാൻ പറ്റും. ചിലത് പേ ചെയ്താൽ പ്രിൻറ്റും ഫ്രെയിമും ചെയ്ത് അവർ തരും. ഇത് ഞങ്ങൾ ഇമെയിൽ ചെയ്തെടുത്തൊരു പിക്ചറാണ്. 150 പരം വാക്സ് സ്റ്റാച്യു ഉള്ള മ്യൂസിയം ആയതുകൊണ്ട് എല്ലാം ഒന്നും ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു 3 hours സ്പെൻഡ് ചെയ്ത് കാണാനുള്ള അട്രാക്ഷനാണ് ഇത്. വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മസ്റ്റ് വാച്ച് അട്രാക്ഷൻസ് ഇൻ ലണ്ടൻ. ഇനി ടിക്കറ്റ് ഞങ്ങൾ എങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്ന് പറയാം. എല്ലാ ലണ്ടൻ മെയിൻ അട്രാക്ഷൻസും ഓൺലൈൻ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഓൺ സ്പോട്ട് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ ചീപ്പാണ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഓൺലൈൻ കോംബോ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ഓരോ സിംഗിൾ അട്രാക്ഷൻസ് എടുക്കുന്നതിനേക്കാൾ കോംബോ എടുക്കുമ്പോൾ ഓൺലൈനിൽ 60% വരെ ഓഫ് ഉണ്ടാവും. എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് സൈറ്റിലും ഈ കോംബോ ഓഫർ അവൈലബിൾ ആണ്. ഞങ്ങൾ മെയിനായിട്ട് 4 അട്രാക്ഷൻസ് ആണ് ബുക്ക് ചെയ്തത്. ടുസാറ്റ്സ് മ്യൂസിയം, ലണ്ടൻ ഐ, സീ ലൈഫ് അക്വേറിയം, ലണ്ടൻ ഡഞ്ചൺ. 4 കൂടി പെർ ഹെഡ് 70 pound ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഇത് പല അട്രാക്ഷൻസ് ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം നമുക്ക്. എണ്ണം കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് റേറ്റ് ഡിഫറൻസും വരും. ഹായ് എലിസബത്ത് അമ്മാമ, എന്തു സുന്ദരിയല്ലേ. ഹിയർ കംസ് അവർ ബെസ്റ്റ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക, ബറാക് ഒബാമ. ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് സൈറ്റിൽ തന്നെ ടൈം റിസർവ് ചെയ്യുക എന്നത്. ഇല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും. ബുക്കിംഗ് സ്ലോട്ടിന് 1 hour മുന്നേ വരെ ടൈം ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. കോംബോ ഓഫറാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അട്രാക്ഷനിൽ കയറി 60 daysനുള്ളിൽ ബാക്കി കാണാനുള്ള ഓപ്ഷനുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്പാമിൽ കയറിയൊന്നും ഈ 70 pound കൊടുക്കരുത്. ഞങ്ങൾ ബുക്ക് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് നടന്ന് ക്ഷീണിച്ചപ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് ടാക്സി അറേഞ്ച് ചെയ്ത് തന്നു. ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലണ്ടൻ ഓൾഡ് സ്റ്റോറീസും പ്രത്യേകിച്ച് ടുഡോർ കാലഘട്ടവും പിന്നീട് ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ, പിന്നീട് ഉണ്ടായ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വഴി ഇന്നത്തെ ലണ്ടൻ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും അവർ കാര്യമായിട്ട് എന്തോ കാണിച്ചിരുന്നുണ്ട്. നമ്മളൊരു ടാക്സി ക്യാബിൽ ആ കാഴ്ചകളെല്ലാം കണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. വീഡിയോയിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതൊക്കെ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം. നല്ല കുത്തോണി അടിമേ മുരുക പുലി. അയ്യോ സോറി, സ്പൈഡർമാൻ. അകത്തെ വെൻഡിങ് മെഷീനുകളെല്ലാം അവൈലബിൾ ആണ്. സ്റ്റാർ വാർസ് ട്രക്കിനെ കുറിച്ച് അറിയണവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് വീഡിയോസ് മാത്രം എടുത്ത് പോന്നു.
ഈ വീഡിയോ ഇവിടെ എങ്ങനെ വന്നതെന്നുള്ളത് അവൻ്റെ അടുത്ത് ചോദിക്കണമല്ലോ. അപ്പാർട്ട് ഫ്രം മാർവൽ വാക്സ് സ്റ്റാച്യൂസ്, ഇവിടെ ആനിമേറ്റഡ് മാർവൽ ഒരു 4D എക്സ്പീരിയൻസ് കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അതേ വാക്സ് മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ലണ്ടനാണ്. അതിന് മുന്നേ ഞങ്ങൾ ചെറിയ ഫുഡൊക്കെ അടിച്ച് റിഫ്രഷായി പോവുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ വാട്ടർലൂ സ്റ്റേഷനിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് 700 മീറ്റർ നടക്കാനേ ഉള്ളൂ ലണ്ടനാക്കി. വാട്ടർലൂവിലേക്ക് ഈ ബേക്കർലൂ ലൈനാണ് എടുക്കേണ്ടത്. ലണ്ടൻ ഒരു മെട്രോ സിറ്റിയാണ്. ഇത് എസ്കലേറ്ററിൽ പോലും ഓടുന്ന ആൾക്കാരുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടൊരു മറ്റൊരു പ്രത്യേകതയാണ് എസ്കലേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ വേണം നിൽക്കാൻ. തിരക്കിട്ട് പോകുന്നവർക്ക് ഇതേപോലെ ലെഫ്റ്റ് സൈഡ് ഒഴിച്ചിടണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഫസ്റ്റ് ഡേ ഇതിന് ചീത്ത കേട്ടപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ വാട്ടർലൂ സ്റ്റേഷനിലെത്തി. ലണ്ടനെ കാണാനായിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. ഇത്രയും വലിയ ബിൽഡിങ്സ് അയർലൻഡിലുണ്ടോ എന്ന് ഡൗട്ടാണ്. എന്തൊക്കെയായാലും ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ ലണ്ടനെ തേടിയുള്ള യാത്ര തുടർന്നു. ലണ്ടനെ അങ്ങനെ ലണ്ടനിലെ മറ്റൊരു മെയിൻ അട്രാക്ഷനായ ലണ്ടനെ കാണാൻ ഞങ്ങൾ എത്തി. നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് ചെയ്ത് കറക്റ്റ് ടൈം സ്ലോട്ട് എത്തിയതുകൊണ്ട് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക്. ഓടിക്കൊണ്ടിരിക്കുന്ന പോഡിലേക്ക് ഓടിക്കയറണം, ഇല്ലെങ്കിൽ റിവർ തേംസും കൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. വെറുതെ പറഞ്ഞതാട്ടോ, അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇതൊരു 30 മിനിറ്റ്സ് ജയൻറ്റ് വീൽ പോലത്തെ ഒരു റൈഡാണ്. എന്നാൽ ജയൻറ്റ് വീല് പോലെ പേടിയൊന്നും ആവില്ല അൺടിൽ ദ പോയിന്റ് ഇത് ഒടിഞ്ഞു വീണാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചിന്ത വരുന്നവരെ. ലണ്ടനായി മീൻസ് ലണ്ടൻ സിറ്റി ഫുള്ള് ഇതിൻ്റെ ടോപ്പിൽ എത്തുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ശരിയാ, ടോപ്പ് വ്യൂ അടിപൊളിയാണ്. ചെറിയൊരു മഴ പെയ്തതുകൊണ്ട് ഇതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ ഞങ്ങൾക്ക്. ഇതാണ് മക്കളെ ലണ്ടൻ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഡേ ടൈം ലണ്ടനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫുൾ ലണ്ടൻ സിറ്റി നമുക്ക് കാണാൻ പറ്റും. നൈറ്റിൽ ലണ്ടനായി ഫുൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് പുറത്ത് നിന്ന് കാണാനാണ് ഭംഗി. ഞങ്ങളുടെ 30 മിനിറ്റ്സ് ലണ്ടനായി ടൂർ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വാസ് വൺ ഓഫ് ദ വർത്ത് റൈഡ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റ് ഷോസ് ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നു. ലണ്ടൻ സിറ്റി ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. കേട്ട് കേട്ട് നിങ്ങൾക്കും പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്കും മടുത്തു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ.